വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോവാം. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രി ഡോക്ടർ വീരേന്ദർ കുമാർ അടുത്തിടെ ജമ്മു സന്ദർശിച്ചു. ചടങ്ങിൽ അദ്ദേഹം ആയുഷ്മാൻ ഹെൽത്ത് കാർഡുകളും PPE കിറ്റുകളും സഫായി മിത്രങ്ങൾക്ക് നമസ്തേ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ പ്രകാരം വിതരണം ചെയ്തു. അപ്പോൾ എന്തായിരുന്നു നമസ്തേ പദ്ധതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ സാനിറ്ററി വർക്കിലൊക്കെ ഏർപ്പെടുന്നവർക്കുള്ള കുറച്ച് പദ്ധതികളാണ് ഈ ഒരു നമസ്തേ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു കറണ്ട് അഫെയറിൽ പറയുന്നത്. അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ അടുത്തിടെ JC ബോസ് ഗ്രാൻഡ് ആരംഭിച്ചു. മുതിർന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും അസാധാരണ സംഭാവനകളെ ആദരിക്കുക എന്നതാണ് ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യം. നൂതന ശാസ്ത്രമേഖലയിലെ ഗവേഷണം മെച്ചപ്പെടുത്തുന്നതിന് മ്യൂറൽ രഹിത ധനസഹായ അവസരങ്ങൾ ഇത് നൽകുന്നു. അപ്പോൾ ഈ JC ബോസ് ഗ്രാൻഡ് ആരംഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. JC ബോസ് ഗ്രാൻഡിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മുതിർന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും അസാധാരണ സംഭാവനകളെ ആദരിക്കുക എന്നതാണ്. ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തിൻ്റെ വികസനത്തോടെ ഇന്ത്യയുടെ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ പദ്ധതിയിൽ പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആദ്യ പറക്കൽ പരീക്ഷണങ്ങൾക്ക് ശേഷം 2027-28 പുതിയ ആവർത്തനം ഉൽപ്പാദനം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്രഹ്മോസ് മിസൈൽ നമ്മൾ റഷ്യയിൽ നിന്നാണ് വാങ്ങിച്ചതെന്നൊന്ന് ഓർക്കുക. 2022 ഐക്യരാഷ്ട്രസഭ ആരംഭിച്ചതാണ് എല്ലാവർക്കും നേരത്തെയുള്ള മുന്നറിയിപ്പ് സംരംഭം. അതായത് ഏർലി വാർണിംഗ്സ് ഫോർ ഓൾ എന്ന് പറയുന്നത് 2022 ഐക്യരാഷ്ട്രസഭ ആരംഭിച്ചതാണ് ഈ ഒരു സംരംഭം. ഇപ്പോൾ 2027 അവസാനത്തോടെ ഫലപ്രദമായ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ അപകടകരമായ കാലാവസ്ഥ, അതുപോലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന് ദുർബലരായ ജനങ്ങളേക്ക് സംരക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഏർലി വാർണിംഗ് ഫോർ ഓൾ എന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. ആഗോള ജനസംഖ്യയുടെ ഏകദേശം 44%, ഏകദേശം 3.5 മില്യൺ ആളുകൾ ജന്തുജന്യ രോഗങ്ങൾക്ക് വിധേയരാവാൻ സാധ്യതയുണ്ടെന്ന് സമീപകാല പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. യേൽ സ്കൂൾ ഓഫ് ദ എൻവയോൺമെൻറ്റ് നടത്തിയ ഗവേഷണം നഗരവൽക്കരണം, വന്യജീവികളെ കണ്ടുമുട്ടുന്ന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിർണായക ധാതുക്കളുടെ വീണ്ടെടുക്കലിനും സംസ്കരണത്തിനും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയും അമേരിക്കയും അടുത്തിടെ ട്രസ്റ്റ് സംരംഭം ആരംഭിച്ചു. സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനുള്ള തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനും കയറ്റുമതി നിയന്ത്രണങ്ങൾ പരിഹരിക്കുന്നതിനുമാണ് ഈ ഒരു സംരംഭം നടത്തുന്നത്. കേരളത്തിലെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളുടെ പുനരധിവാസത്തിനായി ഇന്ത്യ ഗവൺമെൻറ് 529 കോടി പലിശരഹിത വായ്പ അനുവദിച്ചു. 2024 ജൂലൈയിൽ 300-ലധികം പേർ മരിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ നശിക്കുകയും ചെയ്ത വിനാശകരമായ മണ്ണിടിച്ചിലിനെ തുടർന്നാണ് ഈ തീരുമാനം. ആഗോള നിക്ഷേപക സംഗമത്തിൽ ഇൻവെസ്റ്റ് കർണാടക 2025 ഊർജ്ജമന്ത്രി KJ ജോർജ് കർണാടക ക്ലീൻ മൊബിലിറ്റി പോളിസി 2025-30 പുറത്തിറക്കി. അപ്പോൾ കർണാടക ക്ലീൻ മൊബിലിറ്റി പോളിസി 2025-30 50,000 കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കാനും സംസ്ഥാനത്ത് 1,00,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമാണ് ഈ കർണാടക ലക്ഷ്യമിടുന്നത്. അതായത് ഈ ക്ലീൻ മൊബിലിറ്റി പോളിസി എന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അതുപോലെ തന്നെ നിക്ഷേപം ആകർഷിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. മധ്യപ്രദേശ് അടുത്തിടെ ഗ്ലോബൽ കപ്പാസിറ്റി സെൻറ്റർ GCC നയം 2025 അവതരിപ്പിച്ചു. ഇങ്ങനെ ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി ഇത് മാറി. മധ്യപ്രദേശ് മാറി. ആഗോള നവീകരണത്തിനും സഹകരണത്തിനുമുള്ള ഒരു പ്രധാന കേന്ദ്രമായി സംസ്ഥാനത്തെ സ്ഥാപിക്കുക എന്നതാണ് നയത്തിൻ്റെ ലക്ഷ്യം. അതായത് GCC എന്ന് പറയുന്നത് ഗ്ലോബൽ കപ്പാസിറ്റി സെൻറ്റർ ആണല്ലോ. അത് നമ്മുടെ നവീകരണത്തിനും സഹകരണത്തിനുമുള്ള ഒരു പ്രധാന കേന്ദ്രമായിട്ട് സംസ്ഥാനത്തെ മാറ്റാനാണ്. ഉഗാണ്ടയിൽ അടുത്തിടെ പൊട്ടിപ്പുറപ്പെട്ട സുഡാൻ വൈറസ് രോഗം ആഗോള ശ്രദ്ധ ആകർഷിച്ചു. ലോകാരോഗ്യ സംഘടനയും ഉഗാണ്ടൻ സർക്കാരും ഈ പകർച്ചവ്യാധി സ്ഥിരീകരിച്ചു. അപ്പോൾ ഉഗാണ്ടയിലാണ് സുഡാൻ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതെന്ന് ഓർക്കുക. 976 മുതൽ രേഖപ്പെടുത്തിയ 9ാമത്തെ കേസാണിത്. 2025 ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന, അതൊക്കെ നമ്മൾ ബജറ്റിൻ്റെ സമയത്ത് പഠിച്ചാണ്. ബജറ്റിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് ചാനലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കാണുക. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പ്രഖ്യാപിച്ചു. ഇന്ത്യയിലുടനീളമുള്ള അവികസിത ജില്ലയിലെ കാർഷിക ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ ഒരു സംരംഭത്തിൻ്റെ ലക്ഷ്യം. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്ന് പറയുന്നത് നമ്മുടെ അവികസിതമായിട്ടുള്ള ജില്ലകളിലുള്ള കാർഷിക ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ ഒരു ലക്ഷ്യം. US ഇന്ത്യ ഊർജ്ജ സുരക്ഷാ പങ്കാളിത്തം ഉഭയകക്ഷി ഊർജ്ജ ബന്ധം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു. ഈ കരാർ ഇന്ത്യക്ക് എണ്ണയും വാതകവും നൽകുന്ന ഒരു മുൻനിര വിതരണക്കാരനായി US-നെ സ്ഥാനപ്പെടുത്തുന്നു. ഈ പങ്കാളിത്തം വ്യാപാര കമ്മി പരിഹരിക്കുന്നതിനും ആണവോർജ്ജത്തിലെ സഹകരണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് US ഇന്ത്യ ഊർജ്ജ സുരക്ഷാ പങ്കാളിത്തം ഉഭയകക്ഷി ഊർജ്ജ ബന്ധം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു എന്ന് പറയുന്നു.
കുവൈറ്റിൽ വിവാഹപ്രായം 18 കുവൈറ്റിൽ വിവാഹത്തിനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സായി നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ മാണിക്യങ്ങൾ. ഫോബ്സ് ഇന്ത്യ 30 അണ്ടർ 30 പട്ടികയിൽ അപർണ ബാലമുരളി, ഡി ഗുഗേഷ്, യശസ്വി ജയ്സ്വാൾ. പ്രതിഭയും പുതുമയും അപൂർവതയും മൂലധനമാക്കി ലോകത്തെ വിസ്മയിപ്പിച്ച യുവതാരങ്ങൾ. ഫോബ്സ് ഇന്ത്യയുടെ 30 അണ്ടർ 30 പട്ടികയിലാണ് മികവിൻ്റെ ഇന്ത്യൻ യുവനിരയെ അവതരിപ്പിക്കുന്നത്. എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിൽ അപർണ ബാലമുരളി, സ്പോർട്സ് വിഭാഗത്തിൽ ഡി ഗുഗേഷ്, യശസ്വി ജയ്സ്വാൾ എന്നിങ്ങനെ പ്രമുഖരെയാണ് ഫോബ്സ് ഇന്ത്യ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പുതുതായി AI കൂടി ഉൾപ്പെടുത്തി 19 വിഭാഗങ്ങളാണ് ആകെയുള്ളത്. വേറിട്ട സംരംഭങ്ങൾക്കുള്ള ആത്മവിശ്വാസവും അർപ്പണവുമാണ് ഈ യുവതാരങ്ങളുടെയെല്ലാം സവിശേഷത. പി. ജയചന്ദ്രന് പി. ഭാസ്കരൻ പുരസ്കാരം. പി. ഭാസ്കരൻ ഫൗണ്ടേഷൻ്റെ പി. ഭാസ്കരൻ പുരസ്കാരം 1,00,000 രൂപ മരണാനന്തര ബഹുമതിയായി ഗായകൻ പി. ജയചന്ദ്രന്. യാനിക് സിന്നർക്ക് 3 മാസം വിലക്ക്. ലോക ഉത്തേജക വിരുദ്ധ ഏജൻസി ചുമത്തിയ 3 മാസ വിലക്ക് അംഗീകരിച്ച് പുരുഷ ലോക 1-ാം നമ്പർ ടെന്നീസ് താരം യാനിക് സിന്നർ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് കടക്കാം. ഇന്ത്യയും ഏത് രാജ്യവും സംയുക്തമായി വികസിപ്പിച്ചെടുത്താണ് ബ്രഹ്മോസ് മിസൈൽ? ആൻസർ റഷ്യയാണ്. മുതിർന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞർക്കായി അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? JC ബോസ് ഗ്രാൻഡ് സ്കീമാണ്. JC ബോസ് ഗ്രാൻഡ് സ്കീം. അടുത്തിടെ വാർത്തകളിൽ കണ്ട സുഡാൻ വൈറസ് രോഗം ഏതുതരം ഡിസീസാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വൈറൽ ഹെമറജിക് പനിയാണ്. 2025 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ജോതം നബത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു? ആൻസർ വാനുവോട്ടു. സാമൂഹ്യനീതിയെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രാദേശിക സംവാദത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? ആൻസർ ന്യൂഡൽഹി. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. താങ്ക് യു.